പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ സഹിതം മാഗസിൻ്റെ ഭാഗമായുള്ള സഹിതം മീഡിയ വഴി വിവിധ തരത്തിലുള്ള എഴുത്തുകാരുമായിട്ടും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുമായിട്ടുള്ള അഭിമുഖങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മളെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഒരു സംഭാഷണ സ്വഭാവമുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ചർച്ചയ്ക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മളൊപ്പം എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. തൻ്റെ രചനാ വൈപുല്യം കൊണ്ട്, തൻ്റെ രചനാശേഷി കൊണ്ട് കഴിഞ്ഞ ഒരു നിശ്ചിത കാലയളവിനിടയിൽ മലയാളി വായനക്കാർക്കിടയിൽ തൻ്റേതായിട്ടുള്ള ഇടം കണ്ടെത്തിയ ശ്രീ അഭിലാഷ് തുണ്ടുമണ്ണിലാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ S21 പ്രസൻ അല്ലെങ്കിൽ അടിമക്കപ്പൽ, പരന്തിരിസ്കുഴൽ തുടങ്ങിയ നോവലുകളും ഒക്കെ മലയാളിയുടെ വായന സമക്ഷത്ത് വളരെ സുപരിചിതമായ രചനകളാണ്. ഒരുപാടനേകം നിരൂപണ പ്രശംസകളും റിവ്യൂകളും ഒക്കെ ലഭിച്ച നോവലുകളാണ്. അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വായനകൾ, സൗഹൃദങ്ങൾ, ജീവിതം എന്നിവയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെ ക്ഷണിക്കുന്നു. സർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇപ്പം കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി നോവലുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതെല്ലാം പ്രത്യേക സ്വഭാവമുള്ള ചരിത്ര പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുന്ന നോവലുകളായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് എത്തുന്നു. അപ്പം ആദ്യമായി ചോദിക്കാനുള്ളത് ഈ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എഴുത്ത് എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ പല വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഫിക്ഷൻ എഴുത്ത് അല്ലാതെ തന്നെയുള്ള മറ്റെഴുത്തുകളുണ്ട്. പിന്നീട് ഗാനരചയിതാവ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ചലച്ചിത്ര രംഗത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഉള്ള ഒരു മേഖലകളിൽ പ്രവർത്തിക്കുകയും അതുമായി സജീവമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് അതിൻ്റെ സാധ്യതകൾ വിലയിരുത്തുന്നതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് പറയാമോ? ഒന്ന്, ആദ്യം തന്നെ ഈ സായുധം എന്ന് പറയുന്ന മാഗസിനിൽ ഒരു ചർച്ചയ്ക്ക് സംവാദത്തിനൊക്കെ വിളിച്ചതിനൊക്കെ വലിയ സന്തോഷം. പ്രവീണിനോടും പ്രിയപ്പെട്ട സ്റ്റാഫിനോടൊക്കെയുള്ള സ്നേഹം അറിയിക്കുക. ഈ എഴുത്ത് പർപ്പസ്ഫുള്ളി നമ്മൾ ബോധപൂർവം അതിനകത്തേക്ക് വന്ന് ചേർന്നതല്ല. അത് ഉള്ളിൻ്റെ ഉള്ളിൽ പൊതുവെ ഉണ്ടായൊരു കാര്യമാണ്. അപ്പം എൻ്റെ ആദ്യത്തെ ചെറുകഥ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്. ഓക്കെ. ഇപ്പോൾ അത് മാനസാന്തരം എന്ന് പറയുന്നൊരു കഥയാണെന്ന് എഴുതിയത് 10 വയസ്സുള്ളപ്പോൾ. അത് കുട്ടികളുടെ ഒരു മാസികയുണ്ട്. അപ്പം അന്ന് മുതൽ ഈ എഴുത്ത് എന്ന് പറയുന്നൊരു ഒരു കാര്യം നമ്മുടെ ഒരു ജൈവിക ഭാഗമാണ്, നമുക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നീട് അന്ന് മുതലൊരു നോവൽ എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് നമുക്ക് ആഗ്രഹമുണ്ട്. അത് അന്ന് മുതൽ നമ്മൾ വായിക്കുമായിരുന്നു. അപ്പോൾ നോവൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ ഒന്നായിരുന്നു എഴുത്തെന്ന് പറയുന്നത്. അതിനുശേഷം 2013 ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത്. ആദ്യത്തെ ഇറങ്ങിയത് ഒരു ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ളൊരു പുസ്തകമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷമാണ് നോവൽ ഇറങ്ങുന്നത്. കളിമണ്ണിൻ്റെ കാലച്ച എന്ന് പറഞ്ഞൊരു നോവൽ 2014 ഇറങ്ങി. പിന്നീട് പല ആത്മീയ പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, 5ഓളം ആത്മീയ പുസ്തകങ്ങളുണ്ട്. പക്ഷേ അതിനുശേഷം ഇച്ചിരൂടെ നമ്മുടെ വായനയുടെ ഒരു ഘട്ടം മാറുകയോ തലം മാറുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇച്ചിരൂടെ സീരിയസ് ആയിട്ട് രീതിയിൽ എഴുത്തിനെ വിവക്ഷിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് S21 പ്രസൻ ഇറങ്ങുന്നത്. അതൊരു ചരിത്ര പശ്ചാത്തലമായിരുന്നു. പിന്നീട് അടിമക്കപ്പൽ ഇറങ്ങി. കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു പുസ്തകങ്ങൾ ഇറക്കണമെന്നുള്ളൊരു പ്രേരണ കാരണത്താൽ നമ്മളൊരു 3-4 വർഷമാണ് ഒരു പുസ്തകത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ അടിമക്കപ്പലാണേലും പരന്തിരിസ്കുഴലാണേലും ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ബോധപൂർവം നമ്മൾ ചെയ്യുന്നതല്ല, നമ്മുടെ ഒരു സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അല്ല, ഇപ്പം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നോവലിന് എടുക്കുന്ന ഇപ്പം ഒരു എഴുത്തുകാരനാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അയാളുടെ അൾട്ടിമേറ്റ് ഉള്ള ലക്ഷ്യം, ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഒരു നോവൽ എഴുതുക അല്ലെങ്കിൽ അത് തന്നെ ആയിരുന്നല്ലോ. അപ്പം പക്ഷേ ഈ നോവൽ എടുക്കുന്ന സമയം ഇപ്പം 4 വർഷം 3 വർഷം 5 വർഷമൊക്കെയാണ് ഒരു നോവൽ എഴുതാനായിട്ട് എടുക്കുന്നത്. അതിനൊരു തീവ്രമായ ഗവേഷണം ആവശ്യമുണ്ട്, ഒരു തപസ്യ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും മാനസികമായും അല്ലാതെയും ഒക്കെയുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ നോവൽ സാഹിത്യം വളരെ എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വായനക്കാരന് പോലും നിശ്ചയിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വളർന്നു പന്തലിച്ചൊരു അവസ്ഥയിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പം ആ ഒരു കാലയളവിൻ്റെ ഗൗരവത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ ഗൗരവമായ പ്രക്രിയയെ എങ്ങനെയാണ് കാണുന്നതെന്ന് വിശദീകരിക്കാം. ഒന്ന്, വർത്തമാനകാലത്തിൽ എഴുത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എല്ലാം രാഷ്ട്രീയം വൽക്കരിക്കപ്പെടുകയോ മതവൽക്കരിക്കപ്പെടുന്ന ഒരു വർത്തമാനകാലമാണ് നാം ജീവിക്കുന്നത്.
അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു സെൻട്രൽ ലെഫ്റ്റ് ആയിട്ട് നിൽക്കുക, ഒരു ജനാധിപത്യ ബോധത്തോടെ നിൽക്കുക എന്ന് പറയുന്നൊരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ സ്വാഭാവികമായിട്ടുള്ള ഒരു എഞ്ചിൻ സൃഷ്ടിക്കപ്പെടുന്നത് ഒരാളെ വ്യത്യസ്തമായി ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എഴുത്തെന്ന് പറയുന്നത്. അപ്പം ഈ എഴുത്തിന് വർത്തമാനകാലത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് നാം ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറമായ ഒരു കാര്യമാണ്. അത് ഈ എഴുത്ത് ചെയ്യുന്നുണ്ട്. അത് ഞാനെന്നുള്ളതല്ല, ഏത് എഴുത്തുകാരനും വലതുപക്ഷത്തിനെതിരെ പറയുന്ന ഏതൊരു എഴുത്തുകാരനും ആ ഒരു പ്രക്രിയയുടെ ഭാഗമാകുന്നുണ്ട്. അതൊരു കർത്തവ്യ നിർവഹണത്തിന്റെ ഒരു തീർച്ചയായും എല്ലാ എഴുത്തുകാരനും ഒരു ദൗത്യമുണ്ട് ഏറ്റെടുക്കുന്നത്. അറിഞ്ഞോ അറിയാതെ അദ്ദേഹം ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്, അയാൾ സമൂഹത്തോട് നേരം ആഹ്വാനം നടത്തുന്നുണ്ടെന്ന് പറയുന്ന വലിയൊരു പോയിന്റാണ് അതിനകത്ത്. ഇപ്പം രചനകളിലേക്ക് സൂക്ഷ്മമായി വരുമ്പോഴത്തേക്കും ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ആത്മീയ പുസ്തകങ്ങൾ, അങ്ങനെ ഇതിനൊരു പരിണാമം സംഭവിക്കുന്നുണ്ടല്ലോ. ആദ്യം കഥ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ കഥകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അവിടുന്ന് മറ്റൊരു ആത്മീയ തലത്തിലേക്കുള്ള വിചാരങ്ങളിലേക്ക് തന്നെ രചനകളെ കടത്തിവിടുന്നു. അവിടുന്ന് വായനയുടെ പരിണാമം കൊണ്ട് ഗൗരവമുള്ള രചനകളിലേക്ക് കിടക്കുന്നു. അപ്പോൾ ഈ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള പരിണാമത്തെ എങ്ങനെയാണ് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ കാണുന്നത്? അതിന് എന്താണ് ഇന്ധനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? വാസ്തവത്തിൽ ഈ നോവൽ എൻ്റെ കുട്ടിക്കാലത്തെ ആഗ്രഹമായിരുന്നു. എന്നാൽ അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഞാൻ അന്ന് മാനസികമായിട്ട് പാകത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അന്ന് എൻ്റെ വിശ്വാസം. അപ്പം അതിന് കൂടുതൽ വായനയും എഴുത്തു തന്നെ എഴുതി മെച്ചപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അന്നത്തെ ചെറിയ എഴുത്തുകളൊക്കെ. അപ്പം നമ്മുടെ എഴുത്തുകളും വായനയെല്ലാം നോവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പല പല ഉപാധികളായിരുന്നു. അപ്പം ഇപ്പോൾ ഈ ഒരു എഴുത്തിലേക്ക് പരന്തര സ്കൂളിൽ എഴുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചെറിയ രാഷ്ട്രീയ ബോധത്തിന്റെ ഭാഗം കൂടിയാണ്. അത്തരത്തിൽ നോവൽ വഴി, നമ്മുടെ എഴുത്ത് വഴി നമുക്ക് പറയാനുള്ള ചില രാഷ്ട്രീയമുണ്ട്. ഒരു സിനിമ ഒരാൾ എടുക്കുമ്പോൾ അയാൾക്ക് പറയാനുള്ള തലങ്ങൾ മുഴുവനും ആ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നോവലിൻ്റെ അകത്ത് ഒരു എഴുത്തുകാരൻ വർത്തമാന കാലത്തിൽ കാണുന്നതും ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പ്രവചനാത്മകമായ രീതിയിലുള്ള ചില സംഭാഷണങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ പോകുന്ന ബസ് എവിടെയെങ്കിലും അത് എന്താണ് അപകടത്തിൽപ്പെടാൻ പോകുന്ന ഒരു ബസ്സാണ് എന്ന് വിളിച്ചോതുന്ന ഒരു ധാർമ്മികത മൂല്യം നമ്മൾ രാഷ്ട്രീയ ബോധത്തിന്റെ ഭാഗമായിട്ട് ഈ നോവലിലൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പം വീണ്ടും രചനകളിലേക്ക് തന്നെ അപ്പം S21 Prison എന്ന് പറയുന്ന നോവല് നമുക്കറിയാം, അത് തീവ്രമായ ചരിത്രം സംസാരിക്കുന്ന, ചരിത്രത്തിൻ്റെ മറ്റാരും കടന്നു ചെന്നിട്ടില്ലാത്തൊരു മേഖലയിലേക്ക് ധൈര്യപൂർവ്വം ഒരു എഴുത്തുകാരൻ ചെല്ലുന്നു. അവിടെ അദ്ദേഹം ചരിത്ര സത്യങ്ങളെയും അതിന് ചുറ്റുപാടുള്ള മറ്റു വസ്തുതകളെയും മറ്റു കാര്യങ്ങളെയൊക്കെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു പുതിയ ലോകം സൃഷ്ടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞൊരു രീതി ആ നോവലുണ്ട്. ഇപ്പം അടിമക്കപ്പലിലേക്ക് വന്നാലും വളരെ പൊള്ളുന്ന അനുഭവത്തിലൂടെയാണ് അതിലെ കഥാപാത്രങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായ വസ്തുതകളെയൊക്കെ ഒരു നോവൽ എഴുത്തിൻ്റെ രീതിയിലേക്ക്, നമ്മളൊരു സാഹിത്യ എഴുത്തിൻ്റെ ഫിക്ഷൻ എഴുത്തിൻ്റെ രീതിയിലേക്ക് സമീപിക്കുമ്പോഴത്തേക്ക് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ രചനയിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അത് ഉപകാരപ്പെട്ടേക്കെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ ഉപാധികളാണ് അതിന് സ്വീകരിക്കുന്നത്, സാങ്കേതികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ ഏതൊക്കെ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് അത്തരം രചനകളിലേക്ക് നടത്തുന്നതെന്ന് പറയാമോ? ഒന്ന്, നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു ജനറൽ തന്നെയാണ്. അപ്പോൾ അത് സാധാരണ നമ്മളൊരു ഫിക്ഷൻ എഴുതുന്ന പോലെ മറ്റ് ഫിക്ഷൻ എഴുതുന്നത് നിസ്സാരമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനെക്കാട്ടിൽ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ രചിക്കുക എന്ന് പറയുന്നത്. അത് വായനക്കാർക്ക് അത്യാവശ്യം ഡ്രൈ ആകാനും സാധ്യതയുണ്ട്. എന്നാൽ അത് ഡ്രൈ ആക്കാതെ ഒരു ബ്ലെൻഡ് സംഭവിക്കുന്നുണ്ട് അവിടെ. അതായത് ചരിത്രം ഒപ്പം ഫാൻറ്റസി, ഫിക്ഷൻ, ഇതെല്ലാം തന്നെ സമ്മിശ്രമായിട്ട് ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ്. നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 3 മുതൽ 4 വർഷത്തെ കഠിനമായിട്ടുള്ള ചില പരിശ്രമങ്ങൾ ആവശ്യമാണ്. അത് ഒന്ന്, പറയുന്ന വസ്തുതകൾക്ക് തെറ്റു പറയാൻ പാടില്ല. 2, പറയുന്നത് ഏത് അർത്ഥത്തിലാണ് വർത്തമാനകാലത്തിൽ ഒരു വായനക്കാരൻ എടുക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പം അവൻ്റെ ഉള്ളുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്, ഈ കണ്ടന്റ് നമ്മൾ സൃഷ്ടിക്കാനായിട്ട്. മൂന്നാമതായിട്ട്, നാം എന്തിനിത് പറയുന്നു? ഇപ്പം തന്നെ പരന്തര സ്കൂളിൻ്റെ അകത്ത് മുച്ചിലോട്ട് മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. ചരിത്രം തമസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് നാം സംസാരിക്കുന്നു? അത് മറ്റ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷനെക്കാട്ടിൽ എന്തുകൊണ്ട് ഇത് വ്യത്യസ്തമായി നിൽക്കുന്നു?
എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഉം. അതായത് പല ചരിത്ര പുരുഷന്മാരും സംസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഉം. പക്ഷേ മുച്ചിലോട്ട് മാധവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഏകാധിപതിക്കെതിരെയാണ് ഉം. പോരാടിയത്. രണ്ടാമത് ഹിറ്റ്ലർ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഏക ഇന്ത്യക്കാരനായ ഒരു മലയാളിയാണ് മുച്ചിലോട്ട് മാധവ്. നാം എന്തുകൊണ്ടോ ഇത് നമ്മുടെ പാഠപുസ്തകത്തിലില്ല. ഉം. നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങൾ ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്യാറില്ല. ഇദ്ദേഹത്തെ നാം ഓർക്കാറില്ല. നമ്മുടെ ചരിത്ര താളുകളിലില്ല. ഉം. എന്നാൽ ഇവിടെയാണ് മറ്റ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷനെക്കാട്ടിൽ പരന്തര സ്കൂളിൽ വ്യത്യസ്തമായി നിൽക്കുന്നത്. ഇവിടെ ഈ വർത്തമാന കാലത്തിൽ ഏകാധിപത്യക്കെതിരെ സംസാരിച്ചിട്ടുള്ള ചില വിപ്ലവ നക്ഷത്രങ്ങൾ ഉദിക്കേണ്ട ആവശ്യകതയുടെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 2025-26 കാലഘട്ടത്തിൽ നമ്മൾ മുച്ചിലോട്ട് മാധവനെ എഴുത്തിലൂടെ കൊണ്ടുവന്ന് സൃഷ്ടിക്കുന്നത്. അപ്പം ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത് നിസ്സാരമായ രീതിയിൽ ചരിത്രം എഴുതി പോവുകയല്ല, അതിൻ്റെ ഒരു ബ്ലെൻഡിങ് സംഭവിക്കുന്നുണ്ട്. ഫിക്ഷനും ഫാൻറ്റസിയും ഒപ്പം തന്നെ വർത്തമാന കാലത്തോടുള്ള ഒരു ഉത്തരവാദിത്വവും ഇതോടെ എല്ലാം കൂടി ചേർന്നിട്ടാണ് നാം ഈ പ്രോസസ്സിലേക്ക് എത്തുന്നത്. അപ്പം അതിനകത്ത് ഒരു വൈകാരിക സമീപനമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്ഷനാണല്ലോ എഴുതുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ചരിത്ര ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ എഴുത്തുകാരൻ ഇടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഭാവനാരാഹിത്യമാണ്. പലപ്പോഴും ഈ മുമ്പ് സൂചിപ്പിച്ച പോലെ ഡ്രൈ ആയി പോകും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലരും മുതിരാതിരിക്കുന്നുണ്ട്, അത്തരം പ്രവണതകൾക്ക് മുതിരാതിരിക്കുന്നുണ്ട്. അപ്പം പക്ഷേ അഭിനാഷിൻ്റെ രചനകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാനൊരു കഥയുണ്ട് ബേസിക്കലി. അതിൽ നമുക്ക് വൈകാരിക അടുപ്പം തോന്നുന്ന കഥാപാത്രങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ നൈസർഗികമായ ഇടങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒട്ടേറെ അനുഭവങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, അനുഭവ ലോകങ്ങൾ വരുന്നുണ്ട്, സംഭാഷണങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു മറ്റൊരു ഈവൻ രസപ്രധാനമായിട്ട് സാഹിത്യത്തെ സമീപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കും വഴങ്ങുന്ന വിധത്തിലാണ് ആ നോവല് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതി. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു വിഷയാവതരണത്തിലേക്ക് എത്തിപ്പെടുന്നു? ഒന്ന് നമ്മളിത് എഴുതുമ്പോൾ തന്നെ നമ്മൾ എഴുത്തുകാരനായിട്ട് മാത്രമല്ല എഴുതുന്നത്, ഒരു വായനക്കാരൻ്റെ കൂടെ മനസ്സോടു കൂടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ വായനക്കാരൻ ഇത് എങ്ങനെ സ്വീകരിക്കും? അപ്പോൾ ഞാൻ എൻ്റെ നോവലുകളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഞാൻ തന്നെ, നിശിതമായ രീതിയിൽ വിമർശിച്ച് കളയും. അത് എങ്കിൽ മാത്രമേ അത് മെച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ വിമർശിച്ചാണ് പലപ്പോഴും ഞാനിത് റീറൈറ്റ് ചെയ്ത് ഇത് ഈ ഒരു തരത്തിലേക്ക് നമ്മൾ നോവലാക്കി മാറ്റുന്നത്. അപ്പോൾ എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് വിമർശിക്കാതെ ഒരു രചനകളും മെച്ചമാവില്ല. ഭരണകൂടത്തെ വിമർശിച്ചാൽ മാത്രമേ ഭരണകൂടം മെച്ചമാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നോവലിനെ എഴുത്തുകാരൻ തന്നെ വിമർശിച്ച് ഒരു വായനക്കാരൻ്റെ മനസ്സോടുകൂടി എഴുതുമ്പോഴാണ് മെച്ചപ്പെട്ട ഒരു നോവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പം ആ ഒരു വിമർശനം ക്രിയാത്മകമായ ഒരു പ്രവർത്തിയിൽ മാത്രമല്ല, ഒരു ഭരണകൂടത്തിലും ഉണ്ടാവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, സത്യാനന്തര കാലം എന്നാണ് നമ്മൾ ഈ സമയത്തെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഈ സത്യം പറയുക എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറിയിരിക്കുന്നൊരു കാലവും കൂടെയാണ്. അല്ലെങ്കിൽ സത്യത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ വസ്തുതകൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന ആളുകളൊക്കെ ആൾക്കൂട്ടത്തിൽ പെടാത്തൊരവസ്ഥയൊക്കെ നിലവിലെ സാഹചര്യത്തിലുണ്ട്. അപ്പം ഈ നമ്മുടെ സൂചിപ്പിച്ച വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം വസ്തുതകളെ സമീപിക്കുന്ന സമയത്ത്, അത് എഴുത്തിലായിക്കോട്ടെ, നിലപാടുകളിലായിക്കോട്ടെ, പ്രത്യേകിച്ച് ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിലായിക്കോട്ടെ, അത് നേരിടുന്ന കുറച്ചധികം വെല്ലുവിളികളുണ്ടല്ലോ. ഈ പറയുന്ന എഴുത്ത് വേണോ കഴുത്ത് വേണോ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം, രാഷ്ട്രീയ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതിനോടുള്ളൊരു സമീപനം എന്താണ്? അത്തരം രചനയിൽ അത്തരം കാര്യങ്ങൾ പരിഗണിക്കാറുണ്ടോ? ഒന്ന് വിശദീകരിക്കാം. എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു കോട്ട് ലെനിൻ്റെതുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ രാഷ്ട്രീയത്തോട് താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ആ രാഷ്ട്രീയം നിങ്ങൾ മേൽ പ്രവർത്തിച്ചോളും. അതായത് നാം പറയുന്നു എനിക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികളെയൊക്കെ ശ്രദ്ധിച്ച് നോക്കാൻ സാധിക്കും. എല്ലാവരും ഒന്നും ഉള്ളതാണെന്നല്ലേ പറയുന്നത്. പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയം വലിയ താല്പര്യമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയം അവരെ ഭരിക്കപ്പെടുന്നുണ്ട്. അത് അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല, അവർ രാഷ്ട്രീയത്താൽ ഭരിക്കപ്പെടുകയാണ്. അവര് നമ്മളെ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനം എൻ്റെ ഇച്ഛയോടെ ഉൾക്കൊണ്ടുകൊണ്ടാണോ ഭരിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള അടിസ്ഥാനപരമായിട്ടൊരു അവകാശം എനിക്കുള്ളതാണ്. ജ്ഞാനം ഉണ്ടാവും. അത് ഞാനോട് ചേർന്നിട്ട് മാത്രമാണ് ആ ഒരു ഭരണകൂടത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ നല്ലൊരു ശതമാനം ആൾക്കാരും രാഷ്ട്രീയത്തെ ഇടപെടാതിരിക്കുകയും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാതിരിക്കുകയും
രാഷ്ട്രീയ പുസ്തകങ്ങൾ വായിക്കാതിരിക്കുകയും എന്തിന് ഫിക്ഷൻ പുസ്തകങ്ങൾ പോലും തൊടാതിരിക്കുകയും സോഷ്യൽ മീഡിയ മാത്രം അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് സമാന്തരമായിട്ടൊരു ലോകത്തിൽ മാത്രം ജീവിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവനൊരു ഏകാധിപതിയെ സൃഷ്ടിക്കുകയാണ്. സമാന്തരമായിട്ട് അവനൊരു ഏകാധിപതിയെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ആ ഏകാധിപതികളാണ് അവരെ ഭരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്രബോധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമോ ഇല്ലാത്ത മനുഷ്യർ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എഴുത്തിലും വായനയിലും മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പൊ അങ്ങനെ തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭരണകൂടത്തിൽ ഇടപെടാനും ഭരണകൂടത്തിൽ നമ്മളിൽ ഇടപെടാനും സാധിക്കുകയുള്ളൂ. ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതല്ലാതെ ഏകപക്ഷീയമായ രീതിയിൽ ആര് ഭരിച്ചാലും അത് ഏകാധിപത്യത്വം തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ സംവിധാനം ഭരിച്ചാലും അപ്രധാനം തന്നെയാണ്. ഇപ്പം നിരന്തരമായി രാഷ്ട്രീയം സംസാരിക്കുന്ന രചനകളിലൂടെയാണ് തീർച്ചയായും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എഴുത്ത് ആണോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം? എഴുത്താണോ രാഷ്ട്രീയം? എഴുത്തുമാണ് രാഷ്ട്രീയം. എഴുത്ത് മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന പല മേഖലകളുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയം. കക്ഷി രാഷ്ട്രീയമല്ല ഈ പറയുന്നത്. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു മധ്യ ഇടത് പക്ഷമുണ്ട്. ആ പക്ഷത്തിന്റെ ഭാഗമാണ് നമ്മുടെ എഴുത്ത്. അപ്പം പിന്നെ ചോദിക്കാനുള്ളത്, ഈ പത്തനംതിട്ടയാണ്, അതെ, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വരുന്നത്. തിരുവല്ലയ്ക്കൊക്കെ അടുത്തൊരു സ്ഥലമാണ്. പക്ഷെ പൊതുവെ ഒരു സാംസ്കാരികമായി വലിയ കുട്ടിഘോഷിക്കപ്പെട്ട ഒന്നും നമുക്ക് അല്ലെങ്കിൽ മുഖ്യധാരയിൽ ഒരുപാട് വായന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഏരിയയാണ്. പക്ഷെ അത്തരം ഒരു ഏരിയയിൽ നിന്ന് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു വായനക്കാരനുണ്ടാകുമ്പോഴത്തേക്ക് അയാൾ നേരിടുന്ന സൗകര്യങ്ങളും വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് പറയാം. സൗകര്യവും വെല്ലുവിളിയും രണ്ടും ഒരേ ഫ്രെയിമിൽ തന്നെ പെടുത്താൻ പറ്റും. ബെന്യാമിൻ സാറ് അതെ അതെ അതെ, ശരിയാ ശരിയാ. അപ്പം സൗകര്യം അത് തന്നെയാണ് ഒരു ഐഡന്റിറ്റി. പത്തനംതിട്ടയുടെ ഐഡന്റിറ്റി നമുക്കൊക്കെ ഒരു പറയാൻ പറ്റുന്ന ഒരു ഐഡന്റിറ്റി ബെന്യാമിൻ സാറിന്റെ നാടാണ് എന്ന് പറയുന്ന, ജില്ലയാണ് എന്ന് പറയാനാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വെല്ലുവിളി സ്വാഭാവികമായിട്ടും ഞാൻ ബെന്യാമിൻ സാറിനോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇനി നിങ്ങൾ വരുന്ന തലമുറകൾ എഴുതുന്നത് ബെന്യാമിൻ ആകാൻ വേണ്ടിയിട്ടല്ല, ബെന്യാമിനെക്കാട്ടിലും അപ്പുറമാകാൻ വേണ്ടിയിട്ടാണ് എന്ന് സാർ തന്നെ പറയാറുണ്ട്. അപ്പൊ അതാണ് അടുത്ത വെല്ലുവിളി. സൗകര്യം ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ വെല്ലുവിളി അദ്ദേഹം തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ വെല്ലുവിളി. നിങ്ങൾ അടുത്ത തലമുറ എഴുതുന്നത് എന്നെക്കാട്ടിൽ മികച്ച രീതിയിലല്ലേ അതിനെക്കാട്ടിൽ അപ്പുറമായ രീതിയിൽ എഴുതുക. അതാണ് വെല്ലുവിളി. പിന്നെ സ്വാഭാവികമായിട്ടും പത്തനംതിട്ടയിൽ നിന്ന് നല്ല രീതിയിൽ വായനക്കാരുണ്ട്. എന്നാൽ ചിതറിപ്പോയി പല ദേശങ്ങളിലേക്കും പ്രവാസികൾ നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് പത്തനംതിട്ട. അപ്പം ചിതറിപ്പോയ കുറെ വായനക്കാരാണ് പത്തനംതിട്ടയ്ക്ക് അവകാശപ്പെടാറുണ്ട്. അല്ല, ഇപ്പം ഉണ്ണിയാറ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തെ കണ്ടത് കുടമാളുടെ മതിലിൽ ചാരി നിന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പക്ഷെ ഞാനിപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ആളാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി എൻ്റെ വീടിൻ്റെ മതിലിൽ നിന്ന് ചാരി നിൽക്കുന്നത് കാണുമ്പോൾ പല കാഴ്ചകളാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ഈ പ്രാദേശികത, ഒരു പഞ്ചായത്ത് കണക്കോ ഒരു കലുങ്കോ ഒരു വായനശാലയോ ഒക്കെ അടങ്ങുന്ന ഒരു തരം നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് നമ്മുടെ വായനയിലോ അല്ലെങ്കിൽ എഴുത്തിലോ ഉപകാരപ്പെട്ടത്? അല്ലെങ്കിൽ ഇത്തരം വായനയുടെ എഴുത്തിൻ്റെ പ്രമേയ പരിസരങ്ങളിലൊക്കെ അവിടെ നിന്ന് കിട്ടിയ എന്തെങ്കിലും രസകരമായ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാനും അങ്ങനെ? ഒന്ന്, ഞാൻ പത്തനംതിട്ടയിലെ കുമ്പനാട് എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നത്. എന്നാൽ എൻ്റെ ഗ്രാമം, ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം പൂത്തൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമാണ്. ഈ പൂത്തൂരെ ഗ്രാമത്തിൽ എൻ്റെ പിതാവിന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു കൊച്ചു കടയുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് സമൂഹമായിട്ട് നമ്മൾ ചെറുപ്പത്തിലെ അടുക്കുന്നത്. അപ്പോൾ ഈ കടയിൽ നമ്മൾ സ്ഥിരമായി പോയിരിക്കുകയും അവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരെയും ആ പ്രദേശത്തെ ഒട്ടുമിക്ക ആൾക്കാരെയും നമ്മൾ കാണുകയും, ഒരുമാതിരി സത്യൻ അന്തിക്കാടിന്റെ സിനിമയിലൊക്കെ പഴയ കാലത്തെ സിനിമ രീതിയിൽ കാണിക്കുമല്ലോ. അപ്പം വളരെ പച്ചയായ കുറേ മനുഷ്യരെ നമുക്ക് കാണാനും പരിചയപ്പെടാനും അവരുടെ മാനരസങ്ങൾ നമ്മുടെ മനസ്സിൽ കയറാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പല പല നോവലിലും അന്നത്തെ കാലത്തെ, എൻ്റെ കുട്ടിക്കാലത്തെ പൂത്തൂര് കണ്ട പല മനുഷ്യരെ ഞാൻ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരപ്പച്ചനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും പോക്കറ്റിൽ കൈ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് എപ്പോഴും പോക്കറ്റ് കൈ ഇടുന്നത്? മോൻ കൈ കണ്ട ഞെട്ടു എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, ഞെട്ടാൻ ഞാൻ തയ്യാറാണ്. ഒരുപാട് വട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ കൈ കാണിച്ചു. അദ്ദേഹത്തിന് ഒരു കൈപ്പത്തിയില്ല. അപ്പം അതുകൊണ്ടാണ് ആ ഒരു കൈ മാത്രം വിടുന്നത്. രണ്ടാമത് ആ മറ്റേ ഇടത് കൈ കൊണ്ട് ചായ എടുത്തിട്ട് ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കും, ചൂട് കിട്ടാനായി. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നോവലിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഭാവനയും നമ്മുടെ അനുഭവങ്ങളും കൂടെ ബ്ലെൻഡ് ചെയ്യപ്പെടുന്ന ചില പോർഷൻസ് ആണ്. അപ്പൊ ഈ പോത്തൂര് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.
അവിടെ നിന്നാണ് നമുക്കൊരു എന്താണ് മതരഹിതമായിട്ടുള്ള കുറെ മനുഷ്യരെ ഉം. അല്ലെ സാംസ്കാരിക തലത്തിൽ അത്തരത്തിൽ ചിന്തിക്കാനും പോത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉം. അത് അവരെ നേരിട്ട് നമ്മൾ സഹായിക്കുകയല്ല, ഉം. ഇൻഡയറക്ട്ലി നമ്മൾ സഹായിക്കുന്നുണ്ട്. ആ ഒരു ഗ്രാമം പമ്പയാറിനോട് ഉം. ചേർന്നിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഉം. ഒരുപാട് പള്ളികൾ, അമ്പലങ്ങൾ ഉം. ഉം. എല്ലാം ഉള്ള ഒരു ഉത്സവത്തിനൊക്കെയാണ് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചാണ് ആ ഉത്സവത്തിന് പങ്കെടുക്കുക. എന്നാൽ ഇന്ന് ആ ഒരു സംസ്കാരം പോയി. ആ ഒരു രീതി നമുക്ക് പറ്റത്തില്ല. ഇന്ന് നമ്മൾ അമ്പലത്തിന് ഉത്സവത്തിന് നമ്മൾ മുന്നോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ഉം. അതിന് സാധ്യമായ ഒരു ഇടമുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല.